HSM സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട റമദാനും നോമ്പുകളും എന്ന പുസ്തകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത വലിയ ചോദ്യങ്ങളും വലിയ ഉത്തരങ്ങളുമാണ്. പ്രത്യേകം നമ്മളെല്ലാം മനഃപ്പാഠമാക്കി വെക്കുക. കാരണം ഇതിൽ നിന്നെല്ലാം വൺ വേർഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. എല്ലാ ഭാഗവും നന്നായി പഠിക്കുക. ഇതുപോലത്തെ മറ്റു വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങൾ നൽകുന്ന സമ്മാനമായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവർ അത് ചെയ്ത് സഹായിക്കണമെന്ന് അറിയിക്കുന്നു. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കണ്ണിൽ മരുന്നുറ്റിച്ചാൽ നോമ്പ് മുറിയുമോ? ഉത്തരം ഇല്ല. ചെവിയുടെയോ മൂക്കിൻ്റെയോ ഉള്ളിലേക്ക് ഉറ്റിച്ചാൽ മുറിയും. രക്തം കയറ്റിയാൽ നോമ്പ് മുറിയുമോ? ഉത്തരം രക്തം എടുക്കൽ, രക്തം കയറ്റൽ ഇവ കൊണ്ടൊന്നും നോമ്പ് മുറിയുന്നതല്ല. അടുത്ത ചോദ്യം, ഇഞ്ചക്ഷൻ ചെയ്താലോ? ഇഞ്ചക്ഷൻ ചെയ്യൽ, ഗ്ലൂക്കോസ് കയറ്റൽ എന്നിവ കൊണ്ടും നോമ്പ് മുറിയുന്നതല്ല. അടുത്ത ചോദ്യം, പുകവലിച്ചാലോ നോമ്പ് മുറിയുമെന്ന് ഇമാം ബാജൂരി പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, കുളിക്കുമ്പോൾ എണ്ണ, സോപ്പ്, താളി എന്നിവ ഉപേക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ല. ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. വിക്സ് ശ്വസിച്ചാലോ? ഗ്യാസ് മാത്രമായതിനാൽ നോമ്പ് മുറിയുന്നതല്ല. അടുത്ത ചോദ്യം, ആസ്മ രോഗികൾ ഉപയോഗിക്കുന്ന ഇൻഹേലർ സ്പ്രേ കൊണ്ട് നോമ്പ് മുറിയുമോ? അത് ഈ ശ്വാസം മുട്ടലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്പ്രേ ഉണ്ടല്ലോ, വായിൽ കടിക്കുന്ന, അതാണ് ഇൻഹേലർ. അത് ഉപയോഗിക്കൽ കൊണ്ട് നോമ്പ് മുറിയുമോ എന്നാണ് ചോദ്യം. ഉത്തരം, ദ്രാവകത്തുള്ളികളോ അഥവാ വെള്ളത്തുള്ളികളോ ഗുളികപ്പൊടികളോ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. അത്രയേ ഉള്ളൂ. വെറും ഗ്യാസ് ആണെങ്കിൽ മുറിയില്ല. അടുത്ത ചോദ്യം, ശർഈയായ കാരണം കൂടാതെ നോമ്പ് ഉപേക്ഷിച്ചയാൾക്കോ റമദാനിൻ്റെ പകലിൽ ഭക്ഷണം നൽകാമോ? പാടില്ല, ഹറാമാണ്. അപ്പോൾ അതിൻ്റെ വിധി ചോദിച്ചാൽ ഹറാമ്. പറ്റുമോ? പറ്റില്ലേ? പറ്റില്ല. ഭർത്താവായാലും മകനായാലും ആരായാലും കാരണമില്ലാതെയാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ റംസാനിൻ്റെ പകലിൽ അവർക്കൊന്നും അന്നപാനീയങ്ങൾ നൽകരുത്. അടുത്ത ചോദ്യം, റമദാനിൻ്റെ പകലിൽ അമുസ്ലിമിന് ഭക്ഷണം നൽകാമോ? അമുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത വ്യക്തിക്ക് പറ്റുമോ? അതും പറ്റില്ലെന്നാണ് പ്രബലം. ഷർവാനി 4-ാം വാള്യം 37-ാം പേജ്. അടുത്ത ചോദ്യം, ശഅബാൻ 15-ന് ബറാഅത്ത് ദിനം എന്ന നിലക്കു തന്നെ നോമ്പ് സുന്നത്തുണ്ടോ? അതോ അയ്യാമുൽ ബീലിൽ പെട്ടത് എന്ന നിലക്ക് മാത്രമാണോ ആ സുന്നത്ത്? ഉത്തരം, ശഅബാൻ പകുതിയുടെ പകലിൽ അഥവാ ബറാഅത്തിൻ്റെ ദിവസം നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്നതിൽ നമ്മുടെ ഇമാമുമാർ ഏക അഭിപ്രായക്കാരാണ്. പക്ഷേ ഏത് നിലക്കാണെന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അടുത്ത ചോദ്യം, ബറാഅത്ത് രാവിൻ്റെ ശ്രേഷ്ഠതകൾ എന്തെല്ലാം? 1. ബറാഅത്ത് രാവിലെ ഇബാദത്തിന് പ്രത്യേക ശ്രേഷ്ഠതയാണ്. അതിൻ്റെ അറബി അവിടെ കൊടുത്തിട്ടുണ്ട്. അനേകം പേർക്ക് ആ രാത്രി അള്ളാഹു അനുഗ്രഹം ചൊരിയും എന്നതാണ് അവിടെ കൊടുത്ത അറബീൻ്റെ അർത്ഥം. 2. അനേകം പേർക്ക് പാപമോചനം ലഭിക്കുന്നു. അതിൻ്റെ അറബിയും അവിടെ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജ്യോത്സ്യൻ, കുഴപ്പക്കാരൻ, മദ്യപാനി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, സിഹ്ർ ചെയ്യുന്നവൻ, വ്യഭിചാരം നിത്യമാക്കിയവൻ ഇവരല്ലാത്ത എല്ലാ മുസ്ലിമീങ്ങൾക്കും ആ രാവിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. 3-ാമത്തെ മഹത്വം, ഈ രാത്രിയാണ് നബിക്ക് അള്ളാഹു പൂർണ്ണമായ ഷഫാഅത്തിൻ്റെ അധികാരം നൽകിയത്. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ ശുപാർശ എടുക്കാനുള്ള അവകാശം. പാപികളായ നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ നബി ഇടപെട്ട് ശുപാർശ ചെയ്തുകൊണ്ട് നമ്മളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറ്റാനുള്ള പൂർണ്ണ അധികാരം ഈ രാത്രിയാണ് നബിക്ക് നൽകിയത്. 4-ാമത്തത്, എല്ലാ കാര്യങ്ങളും ആ രാവിൽ തീരുമാനിക്കപ്പെടുന്നു. 5-ാമത്തത്, ദുആക്ക് പ്രത്യേകം ഉത്തരം നൽകപ്പെടുന്നു. 6-ാമത്തത്, ഈ രാത്രിയെ ഇബാദത്ത് കൊണ്ട് ആരെങ്കിലും ഹയാത്താക്കിയാൽ അവന് സ്വർഗം ലഭിച്ചു. കിതാബുകളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ പരീക്ഷകളിലൊന്നും അങ്ങനെ പേരുകൾ ചോദിച്ചതായി കണ്ടിട്ടില്ല. എന്നാലും പൂർണ്ണമായി നമ്മൾ തള്ളുന്നില്ല. എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പഴിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പൂർണ്ണമായി ഹദീസിനെയും കിതാബുകളുടെ വാള്യത്തെയും പേജ് നമ്പറിനെയും ഞാൻ പഠിക്കണ്ട എന്ന് പറയുന്നില്ല. 7-ാമത്തത്,
മദീനയിൽ ഹിജ്റ വന്ന ശേഷം 17 മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച ശേഷം മക്കയിലെ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. അത് സൂറത്തുൽ ബഖറ 144 ആയത്തിലൂടെയാണ് കിബില മാറ്റം നടത്തണം എന്ന സന്ദേശം നബിക്ക് കൊടുത്തത്. ഇത് നൽകിയത് നബിക്ക് ഈ ആയത്തിറക്കി കൊടുത്തത് ഷാബാൻ 15-നാണ്. അഥവാ കിബില മാറ്റം നടന്നത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയിലേക്ക് കിബില മാറ്റം നടന്നത് ഷാബാൻ 15-നാണെന്നർത്ഥം. ഇതെല്ലാം ബറാഅത്ത് രാവിൻ്റെ മഹത്വത്തിൽ മഹാന്മാർ എണ്ണിയതാണ്. ഇതിൽ നിന്നൊക്കെ പല ചെറിയ ചെറിയ വൺ വേർഡ് ചോദ്യങ്ങൾ ചോദിക്കാം. എത്ര മാസം മദീനയിൽ വന്നതിന് ശേഷം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു? ഏതായത്തിലൂടെയാണ് കിബില മാറ്റം നടത്തിയ സന്ദേശം നബിക്ക് നൽകിയത്? തുടർന്ന് പല പല വൺ വേർഡ് ചോദ്യങ്ങളും ചോദിക്കാം. പഠിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് ഹിഫ്ളാക്കി മനഃപ്പാഠമാക്കി പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഷവ്വാലിലെ 6 നോമ്പ് കഴിഞ്ഞു മദ്രസയിലേക്ക് വരുന്ന ഉസ്താദുമാർക്ക് കൊടുക്കാൻ വേണ്ടി ഫിത്ർ സക്കാത്ത് നിയ്യത്ത് ചെയ്തു മാറ്റിവെക്കുന്ന ഏർപ്പാടുണ്ട്. ഇത് ശരിയാണോ? ശരി അല്ല. പെരുന്നാളിൻ്റെ സൂര്യാസ്തമയം വിട്ടു ഫിത്ർ സക്കാത്തിനെ പിന്തിപ്പിക്കൽ ഹറാമാണ്. അതുകൊണ്ട് മദ്രസ തുറക്കുന്നത് വരെ എന്നല്ല, പെരുന്നാളിൻ്റെ അടുത്ത ദിവസത്തിലേക്ക് പോലും എടുത്തു വെക്കാൻ പാടില്ല. ഹറാമാണല്ലോ, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. മദ്രസയിലെ ഉസ്താദുമാർക്കും പള്ളിയിലെ ഖത്തീബിനും സക്കാത്ത് കൊടുത്താൽ വീടുമോ എന്നാണ് അടുത്ത ചോദ്യം. ഉത്തരം, അവർ അവകാശികളാണെങ്കിൽ മാത്രം വീടും. സക്കാത്തിൻ്റെ 8 അവകാശികളിൽ പെടുന്നില്ലെങ്കിൽ ആ സക്കാത്ത് വീടുന്നതല്ല. അവർ ഈ നാട്ടുകാരല്ലാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അന്യ നാടുകളിലെ അവകാശികൾക്ക് സക്കാത്ത് കൊടുത്തയക്കലും അവൻ്റെ വക്കീലിന് കൊടുക്കലും പാടില്ല എന്നേയുള്ളൂ. അവകാശികൾ ഇങ്ങോട്ട് വന്നാൽ നൽകാവുന്നതാണ്. ആ നിലക്കാണ് പള്ളിയിലെ മദ്രസയിലെ ഉസ്താദുമാരുള്ളത്. അടുത്ത ചോദ്യം, അവസരം ലഭിച്ചിട്ടും ഫർള് നോമ്പ് ഖളാ വീട്ടാതെ മരണപ്പെട്ട ആൾക്കു വേണ്ടി ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഭക്ഷ്യധാന്യം അനന്തര സ്വത്തിൽ നിന്ന് സാധുക്കൾക്ക് ദാനം ചെയ്യുകയോ ബന്ധുക്കളിൽപ്പെട്ട ആരെങ്കിലും നോമ്പ് ഖളാ വീട്ടുകയോ ചെയ്യണമല്ലോ. എന്നാൽ ഇവ രണ്ടിൽ ഏതാണ് ഉത്തമം? മുദ്ദ് കൊടുക്കലാണോ നോമ്പ് ഖളാ വീട്ടലാണോ ഉത്തമം? ഉത്തരം, ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഭക്ഷ്യധാന്യം സാധുക്കൾക്ക് ദാനം ചെയ്യുന്നതാണ് നോമ്പ് ഖളാ വീട്ടുന്നതിലും ഉത്തമം. അപ്പോൾ ഭക്ഷ്യധാന്യം കൊടുക്കലാണ് നോമ്പ് ഖളാ വീട്ടുന്നതിനേക്കാളും നല്ലത്. കാരണം മരിച്ചവരെ തൊട്ട് നോമ്പനുഷ്ഠിച്ചാൽ മതിയാകില്ലെന്ന് അപ്രബലമായ അഭിപ്രായമുണ്ട്. പ്രബലമല്ല, അപ്രബലമായ അഭിപ്രായം, പ്രബലമല്ലാത്ത. ഭക്ഷ്യധാന്യം ദാനം ചെയ്താൽ മതിയാകുമെന്നതിൽ അഭിപ്രായ വ്യത്യാസവുമില്ല. എല്ലാ ഇമാമിങ്ങളടുത്തും ഭക്ഷ്യധാന്യം ചെയ്താൽ അത് ശരിയാകുമെന്ന അഭിപ്രായമുണ്ട്. എന്നാൽ നോമ്പെടുത്താൽ ശരിയാവില്ല എന്ന് അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. അതുകൊണ്ട് ഭക്ഷ്യധാന്യം കൊടുക്കലാണ് ഉത്തമം. അടുത്ത ചോദ്യം, അനേകം വർഷങ്ങളിൽ ആർത്തവ കാലത്ത് നഷ്ടപ്പെട്ട റമദാൻ നോമ്പുകൾ ഖളാ വീട്ടാൻ ശ്രദ്ധിക്കാതിരുന്ന ഒരു സ്ത്രീ ഇപ്പോൾ ഖളാ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അകാരണമായി നോമ്പ് ഖളാ വീട്ടൽ പിന്തിപ്പിച്ച വർഷത്തിൻ്റെ എണ്ണമനുസരിച്ച് മുദ്ദ് വർദ്ധിപ്പിക്കണമെന്നാണല്ലോ ബലപ്പെട്ട വീക്ഷണം. എന്നാൽ ഖളാ വീട്ടൽ എത്ര വർഷം പിന്തിപ്പിച്ചാലും മുദ്ദ് വർദ്ധിക്കില്ലെന്നും ഒരു നോമ്പിന് ഒരു മുദ്ദ് വീതം കൊടുത്താൽ മതിയെന്നുമുള്ള അഭിപ്രായം ഉണ്ടോ? ഉത്തരം, അതെ, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. മഹല്ലി 2-ാം വാള്യം 69-ാമത്തെ പേജ് നോക്കുക. പക്ഷേ അതു പ്രബലമല്ല. മുദ്ദുകൾ വർദ്ധിക്കും എന്നതു തന്നെയാണ് നാം പറഞ്ഞു കൊടുക്കേണ്ടതും പിടിക്കേണ്ടതുമായ അഭിപ്രായം. പക്ഷേ ഏറെ മുദ്ദുകൾ നൽകാൻ ബുദ്ധിമുട്ടുമ്പോൾ അസഹിൻ്റെ മുക്കാബലായ അഥവാ ഏറ്റവും ശരിയായതിൻ്റെ നേരെ എതിര് വരുന്ന അഭിപ്രായം പിടിച്ച് സ്വയം നമുക്ക് അമല് ചെയ്യാം. സ്വന്തമായി നമുക്ക് ആ മസ്അല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് ചുരുക്കം. അടുത്ത ചോദ്യം, റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമദാനിന് മുമ്പ് ഖളാ വീട്ടാതെ അകാരണമായി പിന്തിച്ച വർഷത്തിൻ്റെ എണ്ണമനുസരിച്ച് ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഫിദിയ വർദ്ധിക്കുമല്ലോ. എന്നാൽ ഒരാൾക്ക് നിർബന്ധമായ മുദ്ദ് വർഷങ്ങൾ പിന്തിച്ചതിൻ്റെ പേരിൽ ആ മുദ്ദ് അത്ര വർഷങ്ങളുടെ എണ്ണം കണ്ട് വർദ്ധിക്കുമോ? ഇല്ല. നോമ്പ് ഖളാ വീട്ടലിനെ പിന്തിപ്പിച്ചാൽ മാത്രമേ മുദ്ദ് വർദ്ധിക്കുകയുള്ളൂ.
മുദ്ദിനെ മാത്രം പിന്തിപ്പിച്ചാൽ മുദ്ദുകൾ വർദ്ധിക്കില്ല. ബാധ്യതപ്പെട്ട ഫിദിയ പിന്തിച്ചതിൻ്റെ പേരിൽ കൂടുതലായി ഒന്നും നിർബന്ധമാകുന്നതല്ലെന്ന് ചുരുക്കം. ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം എനിക്കൊരു നോമ്പ് നഷ്ടമായി, അകാരണമാണ്, ഒരു കാരണവുമില്ലാതെ ഞാൻ നോമ്പ് ഒഴിവാക്കി, എനിക്കൊരു മുദ്ദ് നിർബന്ധമാണല്ലോ. ഈ വർഷം ഞാൻ ആ നോമ്പ് ഖലാ വീട്ടി, പക്ഷെ മുദ്ദ് ഞാൻ കൊടുത്തില്ല. മുദ്ദ് 2 വർഷം കഴിഞ്ഞ് 3-ാമത്തെ വർഷമാണ് ഞാൻ മുദ്ദ് കൊടുക്കുന്നത്. എത്ര മുദ്ദ് ഞാൻ കൊടുക്കണം? ഒറ്റ മുദ്ദേ കൊടുക്കേണ്ടുള്ളൂ, കാരണം ഞാൻ നോമ്പ് ഖലാ വീട്ടി, അതുകൊണ്ട് മുദ്ദ് വർദ്ധിക്കില്ല. നോമ്പ് ഖലാ വീട്ടാതെയാകുമ്പോൾ മുദ്ദ് വർദ്ധിക്കും. മുദ്ദ് മാത്രമാണെങ്കിൽ ഫിദിയ വർദ്ധിക്കില്ല. മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ചോദ്യം, ഒരു സ്ത്രീക്കു സാധാരണ ഏകദേശം 10 ദിവസം വരെയാണ് ആർത്തവം ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ മാസം ഇതേപോലെ ആർത്തവം വന്നു. നിന്ന ശേഷം കുളിച്ചു, നിസ്കരിച്ചു. ശേഷം 3 ദിവസം പിന്നിടുമ്പോൾ അഥവാ 13-ാം ദിവസം തവിട്ടു നിറത്തിൽ കുറഞ്ഞ രക്തം ഒരു തവണ പുറത്തേക്ക് വന്നു. പ്രസ്തുത രക്തം ഹൈളായി പരിഗണിക്കുമോ? കുളിച്ച ശേഷം അതുവരെ നിർവഹിച്ച നിസ്കാരവും അനുഷ്ഠിച്ച നോമ്പും അസാധുവാണോ? അഥവാ 10-ാമത്തെ ദിവസം കുളിച്ചു, 11, 12 ഈ ദിവസങ്ങളിൽ അവൾ നിർവഹിച്ച നിസ്കാരവും നോമ്പും സാധുവാകുമോ? ഉത്തരം, 13-ാം ദിവസം അവൾ കണ്ട രക്തം ഹൈദ് തന്നെയാണ്. അതിനാൽ ആദ്യം നിർവഹിച്ച കുളിയും തുടർന്ന് 13-ന് രക്തം കണ്ടതുവരെ നിർവഹിച്ച നിസ്കാരങ്ങളും നോമ്പുകളും അസാധുവുമാണ്. ഒരു സ്ത്രീ 24 മണിക്കൂറിൽ കുറയാതെയും 15 ദിവസം കവിയാതെയും കാണുന്ന രക്തങ്ങളെല്ലാം ഏത് നിറമാണെങ്കിലും ഹൈദ് തന്നെയാണ്. ചേർന്ന് വന്നതും ഇടവിട്ട് വന്നതും എല്ലാം ഹൈദ് തന്നെ. തുഹ്ഫ 1-ാം ഭാഗം 398-ാം പേജ്. ഇടവിട്ട് വന്ന ആർത്തവ രക്തങ്ങൾക്കിടയിലുള്ള രക്തം കാണാത്ത ഇടവേളകളും ഹൈലായി തന്നെ പരിഗണിക്കുന്നതാണ്. തുഹ്ഫ 1-ാം ഭാഗം 412-ാം പേജ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. വിശാലമായ അർത്ഥങ്ങളുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇതിൽ നിന്ന് പല രൂപത്തിൽ വൺ വേർഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ ഭാഗവും നന്നായി കൃത്യമായി മനഃപ്പാഠമാക്കി വെക്കുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.